കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം കൂടി വന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഗൂഢാലോചന ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ ഗൂഢാലോചന അത് കൂടുതൽ പേരുള്ള ഒരു ഗൂഢാലോചന അതിൽ നടന്നിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, അതാണ് SIT ഒക്കെ അന്വേഷിക്കണം, പക്ഷെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റില്ല, ആ രൂപത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് വേണ്ട എന്ന് കോടതി അങ്ങോട്ട് പറയുകയല്ലേ? അങ്ങനെ തന്നെയാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായി കേവലമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണമല്ല, അത് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നീങ്ങുന്ന അന്വേഷണമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണം. അതുകൊണ്ട് തന്നെ അത് ഗൗരവതരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിക്കുന്നത്. ഈ അന്വേഷണ സംഘം SIT നേരിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. വിശ്വാസയോഗ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്ക്, സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്ക്, ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഈ ഒരു SIT പ്രഖ്യാപിക്കുന്നത്. അത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ള അന്വേഷണമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അന്വേഷണമെന്നോ നമുക്ക് അങ്ങനെ പറയാനാകില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഒരു SIT ഹൈക്കോടതി തന്നെ നിയോഗിക്കുകയും ആ ഹൈക്കോടതി അന്വേഷണ വിവരങ്ങൾ സർക്കാരിന് നൽകേണ്ടതില്ല, പകരം ഹൈക്കോടതിക്ക് തന്നെയാണ് നൽകേണ്ടത്. അത്രയും അതീവ രഹസ്യമായി ഇതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അത് ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകണം. ഇതിന് ഗൗരവതരമായ കുറ്റകൃത്യമാണെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്കെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ SIT ഹൈക്കോടതി നിയോഗിക്കുന്നത്. ഗൗരവതരമായ കുറ്റകൃത്യമാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് വലിയ രീതിയിൽ അത് വിമർശനമായി തന്നെ കടുത്ത ഭാഷയിൽ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഒരു SIT അന്വേഷണത്തിനെ നിയോഗിക്കുന്നത്. ആ SITക്ക് ADGPയെ തന്നെ ചുമതല നൽകുന്നത്. ADGP അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ ADGP ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ കടുത്ത കർശനമായ നിരീക്ഷണങ്ങളോടെ ആയിരിക്കും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുകയെന്നാണ് പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കൂടി കോടതിയിൽ നിന്ന് വരുന്നു. അത് നിർണായകവുമാണ്. ഞാൻ CV പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഇപ്പോൾ നമുക്ക് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ ബ്രേക്ക് ചെയ്തല്ലോ. ഇപ്പോൾ എന്താണ് മഹസറിൽ എഴുതി വെച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ ഒപ്പുണ്ട്, ആരൊക്കെ മാറി നിന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചെമ്പ് പാളി എന്ന് എഴുതി വിടുകയും നേരത്തെ വിജയമല്ലി നൽകിയ സ്വർണ്ണപ്പാളി എവിടെയെന്ന ചോദ്യം ഉയരുകയും ചെയ്യുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി മാറ്റി എന്ന വിലയിരുത്തലിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിയത്. അപ്പോൾ SITക്ക് അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. അതിൽ യഥാർത്ഥത്തിൽ പോലീസിലേക്ക് അന്വേഷണം വരുന്നത് കോടതി ഈ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. കോടതിയുടെ മേൽനോട്ടം ഇതിലുണ്ട് എന്നൊരു വിഷയമുണ്ട്. മാത്രമല്ല വിദേശത്തുള്ള ഒരു മലയാളി ഒരു പരാതി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും പോലീസിന് കേസെടുത്തേ പറ്റൂ എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ കോടതി ഇപ്പോൾ പറയുകയാണ് SIT അന്വേഷണമൊക്കെ ആകാം, പക്ഷേ അതിൽ പോറ്റി മാത്രമല്ല, പോറ്റി ഒറ്റയ്ക്കല്ല എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ സർക്കാരിന് കൃത്യമായ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ള കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും സ്മൃതി, രക്ഷിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ശബരിമല വിഷയം, ശബരിമലയിൽ എന്ത് സംഭവിച്ചാലും അത് വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ മാറാറുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPIM-നും അന്നത്തെ LDF സർക്കാരിനും പൊള്ളിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ഒരു പ്രത്യേകത, അവിടെ ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് ഒരുവിധം എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. ഈ സംഭവം ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി അവിടെ പകരം ചെമ്പ് തകിടാണ് എന്ന് എഴുതി ചേർത്തതാണ് എന്ന ബോധ്യം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇനി ഉറപ്പായിട്ടും അത് ചെയ്തത് ആരൊക്കെയാണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള നീക്കത്തിനെ ഉറപ്പായും സർക്കാർ സഹായിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സ്മൃതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിലെ വിശ്വാസികളുടെ കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇടപെടൽ, ഈ കേസ് ഏതെങ്കിലും രീതിയിലൊരു അട്ടിമറിക്കൽ, അതല്ലെങ്കിൽ അതിലേക്ക് വരാൻ സാധ്യതയുള്ള പ്രതികളെ ഒഴിവാക്കാനുള്ള നീക്കം അതുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഹൈക്കോടതി
ഹൈക്കോടതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഓരോ കാര്യങ്ങളും എന്നതാണ് വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ചെയ്തതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിടുന്ന വാർത്ത പരിശോധിച്ചാൽ സ്മൃതി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഒരു ടൂള് മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ്. ഇത് ചെയ്യിക്കുന്നത് ഉറപ്പായും ദേവസ്വം ബോർഡുമായി അടുത്ത ബന്ധമുള്ളവരാണ്, ദേവസ്വം ബോർഡിലെ ഉന്നതരാണ് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയല്ല എങ്കിൽ എങ്ങനെയാണ് സ്വർണം പൊതിഞ്ഞ ആ ചെമ്പ് വെറും ചെമ്പ് തകിടായി മാറുന്നത്? സ്വർണം ചെമ്പ് തെളിയണം എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത്. പ്രസാദ്, അത് വേഗത്തിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. കോടതിയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല പ്രതിസ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം കോടതി ഒരു പരാമർശമായി ഇപ്പോൾ അന്വേഷണ സംഘം രൂപീകരിച്ച കാര്യം കോടതിയെ സർക്കാർ അറിയിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് പറയുകയാണ്.